ചൂടി ഈ പെണ്ണ് ഇതുവരെ നീച്ചിട്ടില്ലേ? ഓ 15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും. പന്ത്രണ്ടോളം നീച്ചൂട്. ചൂടി രാവിലെ തന്നെ മനുഷ്യന്മാരൊക്കെ എന്റെ ഈ പെരൻ്റെ ഇത്ര ഒച്ചപ്പാടുന്ന്. എണീക്ക്, ബാങ്ക് കൊടുക്കാൻ സമയിക്കണ്. നോമ്പിനുള്ള അത്താഴം കഴിക്കണ്ടേ? എനിക്ക് വിശക്കണില്ല, എനിക്ക് അത്താഴം വേണ്ട. ഒറ്റ കുത്തിയാനായിട്ട് വെച്ചൊരു മര്യാദക്ക് എണീറ്റോ. എന്നിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോ തുടങ്ങും, എനിക്ക് തല ഇറങ്ങണേ, എനിക്ക് വയ്യ, എനിക്ക് വിശക്കണെന്ന് അറിയാനേ. ഞാൻ 5 മിനിറ്റും കൂടി നോക്കും, എണീച്ച് വന്നിട്ടില്ല ഇതിന്റെ സ്വഭാവം കണ്ട് മാറും. ഒരു 5 മിനിറ്റ് കൂടി നിൽക്കാം. ഈ പെണ്ണ് പല്ലും ഒക്കെ തേച്ചിങ്ങോട്ട് എത്തുമ്പോക്കിനും ബാങ്ക് അതിന്റെ പാട്ടിന് കൊടുക്കും. എന്താണ് റസിയേജ് അവിടെ കാട്ടിവിട്ട് നിക്കണത്? ആ പല്ലും തേച്ച് അവിടെ കുത്തി ഇങ്ങനെ ഇരുന്നോ, ബാങ്ക് അതിന്റെ പാട്ടിന് ഇപ്പൊ കൊടുക്കും. ഇതെന്താ ജീരകൊക്കെ ഇട്ടിക്കണ കഞ്ഞിയില്? എനിക്ക് ഇഷ്ടമല്ല. ജയ്, എന്റെ ഇഷ്ടക്കുറവൊക്കെ നോക്കിട്ടേ അവിടെ കണ്ണും വീച്ചാണ്ടിരുന്നോ. മദ്രസിന് സമ്മാനിട്ട് പോകണ്ടേ? അജ അതിന്റെ പൊരുള് ഉശിര് നോക്കി ഇങ്ങനെ ഇരുന്നു അവിടെ. അപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ, വേഗം വന്നിരുന്നോ എന്താ വേഗം കണ്ടു കുടിക്കാന്നുള്ളത്. അപ്പൊ മദ്രസിന് കിട്ടിയ സ്പൂണാണോ, കഞ്ഞിന്റെ ഉള്ളില് ജീരകാണോ, കൊതുകാണോ, പാറ്റിയാണോ, മുഴുവൻ നോക്കി കുത്തിരുന്നിട്ടല്ലേ. അങ്ങനെ തന്നെ വേണം. ഇങ്ങോട്ട് വിഴുങ്ങാൻ കണ്ടിട്ട് തുപ്പിക്കാളാം. തുള്ളി പൊളിച്ചിക്കാതെ പോയി നിസ്കരിച്ചടി. റസിയ നിസ്കരിച്ചോ? റസിയ വാങ്ങ് കൊടുത്തോ? നിസ്കരിച്ചോ? 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 നിസ്കരിക്കാൻ പോവാ. മറ്റു രാവിലെ അത്താഴത്തിന് തിന്നാത്താണോ അറിയില്ല. വിശന്നിട്ട് എപ്പോഴും വാങ്ങി കൊടുക്കുമ്പോ എത്ര നേരം രാവിലെ ഞാൻ എന്നെ വിളിച്ചതാണ്. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അറിയണ ഇജ് വിശപ്പിന്റെ ഊക്ക് എന്താന്ന് ഇജ് അറിയണം. ഇജ ഇന്ന് നോമ്പ് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പച്ച വെള്ളം എനിക്ക് ഞാൻ തരൂല. മര്യാദക്ക് പോയിട്ട് നിസ്കരിച്ചിട്ട് അവിടെ ഇന്നൊരു ഖുർആൻ ഒതിക്കോ. ഞാൻ ഇടക്ക് വന്നു നോക്കൂ. സ്നാപ്പിൽ ഈ ഫോട്ടോ തീർത്തിടാം. അപ്പൊ എല്ലാരും മനസ്സിലാക്കല്ലോ എനിക്ക് ആ റമദാനിൽ നന്നായിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാം. നാലാളങ്ങട്ട് അറിയട്ടെ ഞാനെനിക്ക് നന്നായി എന്നുള്ളത്. നിസ്കാരപ്പായില് നിന്നാൽ ഈ പെണ്ണ് ഫോണ് നിലത്ത് വെക്കൂലല്ലോ പഠിച്ചോനെ. ഇത് മയ്യത്തായിട്ട് മണ്ണിന്റെ അടിയിൽ പോകുമ്പോൾ ഇത് എടുത്തോണ്ടാണോ പോവാ? എന്താണ് മെസ്സേജ് ഇവിടെ ഇരുന്ന് കാട്ടുന്നത്? അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഞാനിത് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും സ്നാപ്ചാറ്റിലും വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടും. അപ്പൊ എല്ലാരും പറയെന്താ, റമദാൻ മാസം എനിക്ക് നല്ല കുട്ടിയായിരുന്നു, എങ്ങനെയുണ്ട്, ഇതാവുമ്പോ നല്ല ലൈക്ക് ചെയ്യണം ഒക്കെ കിട്ടുകയും ചെയ്തു. ഇവിടെ ഒരു ഐഡിയ. എന്താണ് മെസ്സേജ് കാണിക്കുന്നത്? ഇങ്ങനത്തതൊക്കെയാണ് ഇത്ര ഫോട്ടോ ഒക്കെ എടുത്ത് ഇടുന്നത്. ആൾക്കാരെന്താ പറയാ? എനിക്ക് ഒരു ബോധമില്ലേ. റമദാൻ മാസമായ നന്നാവും വിചാരിച്ചാല് ഈ മാസത്തിൽ ചെയ്യുന്ന തെറ്റിനെ ഒരു തെറ്റ് ചെയ്ത 70,000 ശിക്ഷയും ഒരു നല്ലത് ചെയ്ത 70,000 കൂലി കിട്ടും. കൂലി വാങ്ങിയില്ലെങ്കിലും വേണ്ടില്ല. ഇമാതിരി ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ട് കുറ്റം വാങ്ങാതിരുന്നാ മതി. അതിനൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാണ് ഞാൻ. അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങി എല്ലാവരും ഇതേപോലെ നിസ്കരിക്കുന്നതിനൊക്കെ ഫോട്ടോസും വീഡിയോസും ആയിരുന്നെ. അതുകൊണ്ടല്ല ഞാൻ ഇട്ടത്. അതിനൊക്കെ ഭയങ്കര ലൈക്കാ വിട്ടത്. തമ്പുരാനായ റഹ്മാനും ഓരോരുത്തരും കാട്ടാൻ കണ്ടിട്ട് ഇങ്ങനെയാണ് ഓരോന്ന് കാണിക്കുന്നത്. അല്ലാത്ത കാലത്തെ നല്ലതൊന്നും ആരെ കൊണ്ട് പറയിപ്പിക്കില്ല. ഇനിയിപ്പോൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് നല്ലത് പറയിപ്പിക്കായിട്ടാണ് ആൾക്കാരെ കൊണ്ട്. ഇപ്പത്തെ മക്കള് മുഴുവൻ ഇബാദത്ത് ചെയ്യണത് കൂലി കിട്ടാനൊന്നും അല്ല, ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ ആൾക്കാർ അങ്ങനെ അതും ഇതൊക്കെ ഇട്ടു തരും. എന്നിട്ട് തിരിച്ചു ഇങ്ങനെയാണ് ഓരോന്ന് കാട്ടാൻ നിൽക്കുന്നത്. മര്യാദ നിസ്കരിച്ചിട്ട് നീച്ച് പോവാൻ നോക്കി. ഇമ്മച്ചി ഒന്ന് ഇൻസ്റ്റാഗ്രാം യൂട്യൂബും തുറന്നു നോക്ക്. എല്ലാരും ഇങ്ങനെ കുക്കിംഗ് ചെയ്യണതും അതുപോലെ നിസ്കരിക്കണതും നോമ്പെടുക്കണതൊക്കെ തന്നെ ഇപ്പൊ എല്ലാരും വീഡിയോ ഇടുക. അതാകുമ്പോ നല്ല റീച്ചും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ കിട്ടും ചെയ്യും.
അതുപോലെ തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് വിചാരിക്കുക ഞാൻ നല്ല മോളാണ്, ഞാൻ റമളാൻ മാസത്തിലൊക്കെ നിസ്കരിക്കുക, അങ്ങനെ ഒരു എന്നെ വിലയിരുത്തുവേ. ഞാൻ ഒരു കാര്യം എന്നോട് ചോദിക്കട്ടെ, ഇതിപ്പോ ഈ നിസ്കരിച്ചതൊക്കെ ഓതുന്നതും പടച്ചോൻ കാണാൻ വേണ്ടിയിട്ടാണോ അല്ല പടച്ചോൻക്ക് വേണ്ടിയിട്ടാണോ അതോ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണോ? അല്ല അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാ പഠിച്ചോണ്ടാൻ വേണ്ടിട്ട് ആണല്ലോ. പടച്ചോന് കാണാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും വീഡിയോ ഇടണം നിർബന്ധമൊന്നുമില്ല. അല്ലാതെ ചെയ്താലും പടച്ചോന് കാണാൻ പറ്റും. എന്റെ മോള് നിസ്കരിച്ച് ആദ്യം കുന്ത്രണ്ട് അടുക്കളക്കിലും മാറ്റി വെക്കുക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് രണ്ടാക്കും നോമ്പ് തുറക്കുമ്പോ തിന്നാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പൊ റീല് ഞാൻ കൈ മടക്കി ചുരുട്ടി ഒന്ന് തരണ്ടെങ്കിൽ ഇതിവിടെ വെച്ചിട്ട് നീച്ചിട്ട് വന്നു. ആയിക്കോട്ടെ. ഓ സമയമായില്ല, വിശന്നിട്ട് കഴിഞ്ഞ നാളെ എന്തായാലും ഞാൻ പൊളിച്ചൊക്കെ എണീക്കും. വിശക്കുണ്ട് പെട്ടെന്ന്. ഒരു 5 മിനിറ്റ് സൂചന കൂട്ടി വെച്ചാലും കാണുന്നത്. ഇന്ത്യയെ വിശക്കുന്നുണ്ടോ? വിശപ്പോ അതിരിക്കോ? ഞാൻ രാവിലെ എണീച്ചില്ലെങ്കിലും എനിക്കൊരു വിശപ്പേ ഉണ്ടാവൂല. ഇനിയിപ്പോ നാളെ എണീച്ചിനും പ്രശ്നമൊന്നുമില്ലാന്ന് ആലോചിക്കരുത്. അല്ലമ്മ ഈ ക്ലോക്കത്തെ സൂചി 5 മിനിറ്റ് കുറവാ വെച്ചേ തോന്നി. സമയം അങ്ങനത്തെ വേറെ നീങ്ങനില്ല. അത് ആ മുഖം കാണുമ്പോ അവിടെ ഇങ്ങനെ നെറ്റി തന്നെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് വിശക്കണേ ഇല്ല എന്നുള്ള കാര്യേ. സമയം പിന്നെ ഈ ക്ലോക്ക് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ബാറ്ററി ലോ ആയതുകൊണ്ടെന്നറിയില്ല 5 മിനിറ്റ് ബാക്കിലല്ല മുന്നിലാണ്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് എങ്കിലും കഴിയേണ്ടി ഒരു ബാങ്ക് കൊടുക്കാനായിട്ട് കേട്ടോ. അതെനിക്കറിയാലോ. ഈ സമയം തന്നെ മെല്ലെ മെല്ലെ പോണത്. അല്ലെങ്കിൽ അങ്ങനെ ഊട്ടി നിൽക്കുന്നില്ല ആവശ്യമില്ല. الله أكبر الله أكبر جابني سعادتي وأفكاري تجري الحروب